നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, താങ്കൾ ഒരു അനാഥനായിരുന്നില്ലേ, പക്ഷേ താങ്കൾക്ക് നാം സനാതത്വം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു. 2 മാസം മുമ്പ്. ജനിച്ച് 6 വർഷമാകുമ്പോഴേക്ക് ഉമ്മയും മരണപ്പെട്ടു. അതിനുശേഷം ഉത്തരവാദിത്തം ഏറ്റെടുത്തവരൊക്കെ തൊട്ടടുത്ത വർഷങ്ങളിലായി മരണപ്പെട്ടു. ശരിക്കും അനാഥൻ എന്ന് പറയാം. പിന്നീട് സംഭവിച്ചതെന്താണ്? ലോകത്ത് ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ സ്നേഹിക്കപ്പെട്ട, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. യതീമൻ ഫആവ, സംരക്ഷണം നൽകി. വവജദക ളാല്ലൻ ഫഹദ, വഴിയറിയാതെ പ്രയാസപ്പെട്ടപ്പോൾ ഏറ്റവും കുറ്റമറ്റ മാർഗദർശനമായ ഖുർആൻ നൽകി. അതേപോലെ തന്നെ വവജദക ആയിലൻ, താങ്കൾ ദരിദ്രനായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫഅഗ്ന, അള്ളാഹു ധന്യത നൽകി. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? ഇതൊക്കെ ചെയ്തു തന്നില്ലേ താങ്കൾക്ക്? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് ഒരിക്കലും അനാഥകളെ താങ്കൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയും. വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റും. കാരണം താങ്കൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വന്ന ആളാണ്. റബ്ബ് ധന്യത നൽകി. അതുകൊണ്ട് നബിയെ, പ്രവാചകരെ, അനാഥകളെ ആട്ടിയകറ്റല്ലേ നബിയെ, ചോദിച്ചു വരുന്നവരെ സഹായിക്കാതെ വിടരുതേ നബിയെ. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിത്, റബ്ബിന്റെ നിഅമത്ത് എപ്പോഴും ഓർക്കണം.